മൂഢനായ ആമ. ഒരു ഗ്രാമത്തിനടുത്തുള്ള തടാകത്തിൽ ഒരാമയും 2 താറാവുകളും വസിച്ചിരുന്നു. അവർ 3 പേരും ഉറ്റ ചങ്ങാതികളായിരുന്നു. അവർ ദിവസവും കണ്ടുമുട്ടും, സംസാരിച്ചിരിക്കും, കളിച്ചു രസിക്കും, അങ്ങനെ സന്തോഷത്തോടെ ജീവിച്ചു. വേനൽക്കാലമായപ്പോൾ ഒരാൾക്ക് തോന്നി തടാകത്തിലെ വെള്ളം കുറഞ്ഞു വരികയാണെന്ന്. കുറെ നാളുകൾക്ക് ശേഷം വെള്ളം മുഴുവനും വറ്റി തടാകം വരണ്ടുപോകുമോ എന്നവർ പേടിച്ചു. ഇങ്ങനെ പോയാൽ തങ്ങൾ എങ്ങനെ ജീവിക്കുമെന്ന് ആലോചിച്ച് അവർ 3 പേരും വല്ലാതെ ദുഃഖിച്ചു. പെട്ടെന്നൊരു താറാവിന് ഒരാശയം തോന്നി. ഇനി ഇവിടെ ജീവിച്ചിട്ട് കാര്യമില്ല. ഈ തടാകം വിട്ട് അടുത്തുള്ള ഗ്രാമത്തിലെ തടാകത്തിലേക്ക് നമുക്ക് പോകാം. നീ പറയുന്നത് വളരെ ശരിയാണ്. പക്ഷെ നമ്മൾ എങ്ങനെയാണ് ഇവിടുന്ന് പോവുക? ഇത് നമ്മുടെ വീടല്ലേ. നടക്കാനുള്ളത് നോക്കണം. നമ്മൾ ഇവിടെ ജനിച്ചതുകൊണ്ട് ഇവിടെ തന്നെ കിടന്ന് മരിക്കണമെന്നൊന്നുമില്ലല്ലോ. ഈ സംഭാഷണം ആമ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവനും അവരോടൊപ്പം പോയാലോ എന്ന് ആലോചിച്ചു. അവൻ പറഞ്ഞു, കൂട്ടുകാരെ, എന്നെ മാത്രം ഇവിടെ തനിച്ചാക്കിയിട്ട് പോകാൻ തീരുമാനിച്ചോ? എന്നെയും നിങ്ങളോടൊപ്പം കൊണ്ടുപോകില്ലേ? കൂട്ടുകാരാ, നിങ്ങളുടെ പ്രശ്നം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ എന്താണ് ചെയ്യുക? ഞങ്ങൾ പക്ഷികളായതുകൊണ്ട് പറക്കാൻ കഴിയും. പക്ഷെ നിങ്ങൾ എങ്ങനെ പറക്കും? എനിക്ക് പറക്കാനാവില്ലെന്നത് ശരിയാണ്. പക്ഷെ സത്യത്തിൽ എന്നെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കൂടെ കൊണ്ടുപോകും. എങ്ങനെ? ഞങ്ങളുടെ മുതുകിൽ ചുമന്നുണ്ടോ? അല്ല, ഞാനൊരു നീളമുള്ള വടി കൊണ്ടുവരാം. നിങ്ങൾ 2 പേരും കൊക്കുകൊണ്ട് അതിന് 2 അറ്റത്തും കടിച്ചു പിടിക്കുക. ഞാൻ എന്റെ വാ കൊണ്ട് അതിന്റെ നടുവിൽ കടിച്ചു പിടിച്ച് തൂങ്ങിക്കിടക്കാം. അപ്പൊ നിങ്ങൾ പറക്കുമ്പോ എനിക്ക് നിങ്ങളോടൊപ്പം വരാമല്ലോ. നല്ല ആശയമാണ്. പക്ഷെ ഇതിൽ മറ്റൊരു കുഴപ്പമുണ്ട്. എന്ത് കുഴപ്പമാ ഉള്ളത്? നിങ്ങൾ വാചാലനായതുകൊണ്ട് അറിയാതെ സംസാരിക്കാനായി വായ തുറന്നാൽ ഉടനെ നിങ്ങൾ കമിഴ്ന്നടിച്ച് താഴെ വീണ് മരിക്കും. അതുകൊണ്ടാ പറഞ്ഞത്. ഇല്ലേ ഇല്ല, ഞാൻ തന്നെ എനിക്ക് ആപത്ത് വിളിച്ചു വരുത്തുമോ? ഞാൻ അത്ര മൂഢനൊന്നുമല്ല. ഇനി ഒന്നും പറയണ്ട, നമുക്ക് പുറപ്പെടാം. ആമ പറഞ്ഞതുപോലെ 2 താറാവുകളും വടിയുടെ 2 അറ്റത്തും പിടിച്ചുകൊണ്ടും ആമ നടുവിൽ കടിച്ചു തൂങ്ങി കിടന്നുകൊണ്ടും അവരുടെ യാത്ര ആരംഭിച്ചു. അത്ഭുതകരമായ ഈ ദൃശ്യം കണ്ട് നാട്ടുകാരെല്ലാവരും കൈകൊട്ടിച്ചിരിക്കുകയും ബഹളം വയ്ക്കുകയും ചെയ്തു. ഇത് കണ്ട ആമയ്ക്ക് വളരെയധികം സന്തോഷമായി. അത് വായ തുറന്ന് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ കണ്ടോ നാട്ടുകാർക്കൊക്കെ എത്ര സന്തോഷമാണെന്ന്? എല്ലാരും സർക്കസ് കാണുന്ന പോലെയാ കാണുന്നത്. ഇതിനൊക്കെ കാരണം ഞാനാ. പക്ഷേ മുഴുവൻ പറഞ്ഞു തീരുന്നതിന് മുൻപ് തന്നെ അത് ആകാശത്തിൽ നിന്നും കറങ്ങിത്തിരിഞ്ഞ് താഴെ വീണ് പാറപ്പുറത്തിടിച്ച് ചത്തു. ഗുണപാഠം: അവരവരുടെ പ്രവൃത്തികൾക്കുള്ള ഫലം അവരവരനുഭവിക്കും. ആമ ഇതിനൊരു നല്ല ഉദാഹരണമാണ്. അതുകൊണ്ട് ഓരോ പ്രവൃത്തിയുടെയും ഫലം എന്തായിരിക്കുമെന്ന് നാം മുൻകൂട്ടി ചിന്തിക്കണം. ഈ മൂഢനായ ആമയെ പോലെ പ്രവർത്തിക്കരുത്.